കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് തന്ന എല്ലാ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ജിബിൻ കോട്ടൂർ, അദ്ദേഹത്തിൻ്റെ പിതാവ്, രണ്ടുപേരും ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് വളരെ അനുഗ്രഹം കേട്ടപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നിൽപ്പാൻ കർത്താവ് തന്ന എല്ലാ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അസൂയയില്ലാത്തവർ കൈവക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു പ്രവചന ദൂത് നിങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നു. വേഗത്തിൽ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 9-ാമത്തെ വാക്യം, പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം. വേഗത്തിൽ നോക്കിയാട്ടെ. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറുന്നു. സദൃശവാക്യങ്ങൾ 30-ന്റെ 30 കൂടി ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 30-ന്റെ 30, 2 വാക്യങ്ങൾ. ഉൽപ്പത്തി 49:9, സദൃശവാക്യങ്ങൾ 30:30. സദൃശവാക്യങ്ങൾ 30-ന്റെ 30 വേഗത്തിൽ വായിച്ചാണ്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹം. കരങ്ങളെ ഉയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നിനും വഴിമാറാത്തതായ സിംഹം, ഒന്നിനും വഴിമാറാത്തതായ സിംഹം. അടുത്തിരിക്കുന്ന ആളോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ലെങ്കിൽ അവരുടെ കയ്യെ പിടിച്ചിട്ട് പറ, ഞാൻ ഒന്നിനും വഴിമാറില്ലെന്ന് പറ. പ്രവചിച്ച് പറഞ്ഞാട്ടെ, ഞാൻ ഒന്നിനും വഴിമാറില്ലെന്ന് പറ. മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറ, ഞാൻ ഒന്നിനും വഴിമാറില്ലെന്ന് പറ. യേശുവിൻ്റെ രക്തം ചെയ്യാം, യേശുവിൻ്റെ രക്തം ചെയ്യാം, യേശുവിൻ്റെ രക്തം ചെയ്യാം. അപ്പനായ യാക്കോബ്, നിങ്ങളെന്നെ ശ്രദ്ധിച്ചേ, അപ്പനായ യാക്കോബ് ഭാവി കാലം സംബന്ധിച്ച് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ യഹൂദയോട് പറയുന്ന വാക്കിതാണ്, നീ ഒരു ബാലസിംഹമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നീ ഒരു ബാലസിംഹമാണ്. യഹൂദ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതി എന്നാണ് യഹൂദ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിനകത്ത് യഹൂദ എന്നുള്ള പേര് മാറ്റി അതിൻ്റെ അർത്ഥം ചേർത്ത് വായിച്ചാൽ, സ്തുതിക്കുന്നവൻ അവൻ കുരയ്ക്കുന്ന പട്ടിയല്ല, അവൻ ഗർജിക്കുന്ന സിംഹമാണ്. ഓ ജീസസ്, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നവൻ അവൻ ഗർജിക്കുന്ന സിംഹമാണ്. പട്ടി കുരയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? പട്ടി കുരയ്ക്കുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പട്ടിയുടെ വഴിയെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ട് പേടിച്ചിട്ടാണ് പട്ടി കുരയ്ക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ കണ്ട് പേടിച്ചിട്ടാ പട്ടി കുരയ്ക്കുന്നേ. പക്ഷെ സിംഹം ഗർജിക്കുന്നത് നമ്മെ കണ്ട് പേടിച്ചിട്ടല്ല, ഇത് എനിക്ക് പോകാനുള്ള വഴിയാ, ഇതിനകത്തു നീ വഴി മുടക്കി വരരുത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വഴി മുടക്കി മന്ത്രവാദി വന്നാലും, വഴി മുടക്കി ആഭിചാരകൻ വന്നാലും, മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹത്തെ പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനെ ഇതിനകത്തു നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ഇന്നലെ വരെ കടഭാരത്തിന്റെ മുമ്പിൽ നീ വഴിമാറി, ഇന്നലെ വരെ രോഗത്തിന്റെ മുമ്പിൽ നീ വഴിമാറി, ഇന്നലെ വരെ വേദനയുടെ മുമ്പിൽ നീ വഴിമാറി. ഇന്ന് രാത്രി ട്രാക്ക് മാറുകയാണ്. ഒന്നിനും വഴിമാറാത്തതായി എന്റെ ദൈവം നിന്നെ നിർത്താൻ പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യഹൂദ ഒരു ബാലസിംഹം. യഹൂദ ഗോത്രത്തിന്റെ സിംഹം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യാക്കോബ് ഭാവി കാലം സംബന്ധിച്ചാണ് മക്കളെ അനുഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി നിശ്ചയമായി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ തകർന്ന പഴയ കാലം പറയാനല്ല, മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടുന്ന നിങ്ങളുടെ ഭാവി കാലം പറയാനാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്നലകളിൽ പിശാച് തോണ്ടിയ, പിശാച് മണ്ണ് വാരിയിട്ട, തുറന്നു വന്ന ഉറവകളെ മണ്ണിട്ട് മൂടിയ ഫെലിസ്ത്യന്റെ കാര്യം പറയാനല്ല ഞാൻ നിൽക്കുന്നത്. മറ്റുള്ളവർ കണ്ട് ആശ്ചര്യപ്പെടുന്ന, അനേകർ ഒരു അത്ഭുത വിഷയമായി കാണുന്ന നിന്റെ ഭാവി 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 ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി ഒരാമേൻ പറയാൻ? നിന്റെ ഭാവി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വഴി തെറ്റി നടക്കുന്ന ചില തലമുറകളുടെ ഭാവികൾ ഈ ദിവസങ്ങളിൽ അത്ഭുതമാകത്തക്കവണ്ണം ചിലതിനെ ദൈവം തൊടാൻ പോകുകയാണ്. ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ചില തലമുറകള് ചിലതിന്റെ അടുക്കൽ ഇന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങുകയാണ്. നമ്മുടെ കർത്താവ്
കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് യോഹന്നാൻ അവനെ നോക്കി പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രവാചകന്മാർ അവനെ നോക്കി പറഞ്ഞു, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. യേശു വന്നത് കുഞ്ഞാടായിട്ടാണ്, അവൻ ജീവിച്ചത് കുഞ്ഞാടായിട്ടാണ്, അവൻ മരിച്ചത് കുഞ്ഞാടായിട്ടാണ്. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടാണ്. ഇന്ന് രാത്രി നിനക്കൊരു ഉയർപ്പുണ്ട്. ആരാ വിശ്വസിക്കുന്നത്? ഇന്ന് രാത്രി നിനക്കൊരു ഉയർപ്പുണ്ട്. നിന്നെ തകർത്ത് കളഞ്ഞ സകല പിശാചുക്കളുടെ കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിച്ച് ആരാധിക്കുക. യേശുവിന്റെ രക്തം ചെയ്യാം. നിനക്കൊരു ഉയർപ്പുണ്ട്, ആർക്കും തടയാൻ കഴിയാത്ത. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. വിശ്വസിക്കുന്നവർ നല്ലതുപോലെ ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി നിനക്കൊരു ഉയർപ്പുണ്ട്, നിനക്കൊരു ഉയർപ്പുണ്ട്. അത് കുഞ്ഞാടായിട്ടല്ല, ഒരു സിംഹമായി. കര ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പലതും വന്നപ്പോൾ പലതും വഴിമാറിപ്പോയി. തിരുവനന്തപുരം സിറ്റിക്കകത്ത് തുടങ്ങിയ പല ചർച്ചകളും വളർച്ചയുടെ പ്രത്യേക ഘട്ടങ്ങളിൽ പലതും വഴി മുടക്കി എഴുന്നേറ്റപ്പോൾ പകുതിക്ക് പൂട്ടി. പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അങ്ങനൊരു സീസൺ വരുന്നതിന് മുൻപ് ഇന്ന് രാത്രി ദൈവത്തിന്റെ അളവ് നൂൽ മനോഹര ദേശത്ത് വീഴാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനത് വെളിപ്പാട് കണ്ടുകൊണ്ട് പറയുന്നു, ദൈവത്തിന്റെ അളവ് നൂൽ മനോഹര ദേശത്ത്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അടിസ്ഥാനത്തെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാണ്. ആർക്കും ഇളക്കാൻ കഴിയാത്ത അളവിൽ അടിസ്ഥാനത്തെ ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആർക്കും ഇളക്കാൻ കഴിയാത്ത വിധത്തിൽ അടിസ്ഥാനത്തെ ഉറപ്പിച്ച് അതിരുകളെ വിശാലമാക്കേണ്ടതിന് ദൈവത്തിന്റെ അളവ് നൂൽ. കര ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടോ. നിങ്ങൾ ഈ അഞ്ചലോട്ടക്കാരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ പോസ്റ്റൽ സംവിധാനം തുടങ്ങുന്ന സമയത്തുള്ള അഞ്ചലോട്ടക്കാരായിരുന്നു കത്ത് കൊണ്ട് കൊടുക്കുന്നത്. ഈ അഞ്ചലോട്ടക്കാരൻ്റെ ബാഗിലൊരു ഒരു തോളത്തൊരു സഞ്ചി കിടപ്പുണ്ട്. ഈ സഞ്ചിക്കകത്താണ് അവൻ മെസ്സേജ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവൻ്റെ കയ്യിലൊരു കമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പിൻ്റെ ഒരറ്റത്തൊരു കത്തിയും കൊടുത്തിട്ടുണ്ട്. തോളത്ത് മെസ്സേജും കയ്യിൽ കമ്പിയും കൊടുത്തിട്ടുണ്ട്. കയ്യിലൊരു കമ്പും അതിൻ്റെ അറ്റത്തൊരു കത്തിയും കൊടുത്തിട്ടുണ്ട്. എന്തിനാ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവനിത് ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ല ഓടുന്നത്, ഇവനിത് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. കത്തി മുന്നീ വരത്തക്ക രീതിക്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ആരൊക്കെ വഴിമുടക്കി നിന്നാലും നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്തേ പറ്റൂ. ഏത് പിശാച് മുന്നിൽ വഴിമുടക്കിയാലോ ആരോടാ പ്രവചിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ ഇന്നലെ വരെ വഴി മുടക്കി നിന്നവനെ കണ്ട് നീ ഭയന്നു. പക്ഷെ ആർക്കും തകർക്കാൻ കഴിയാത്ത അളവിൽ മുന്നോട്ട് 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 നീ പോകേണ്ടതിന് ഇന്ന് രാത്രി അധികാരത്തിന്റെ വടികൾ പരിശുദ്ധാത്മാവ് ചിലതിനെ ഏൽപ്പിക്കുകയാണ്. ആരാത് പ്രാപിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ. അധികാരത്തിന്റെ വടികൾ ദൈവം ഏൽപ്പിക്കുകയാണ്. അധികാരത്തിന്റെ വടികൾ. നീ വരുന്നത് കാണുമ്പോൾ മന്ത്രവാദി അറിയാതെ വഴിമാറും. നീ വരുന്നത് കാണുമ്പോൾ ദുർഭൂതങ്ങൾ അറിയാതെ വഴിമാറും. കാരണം നീ വരുന്നത് ദൈവത്തിന്റെ ദൂതുമായി. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുന്ന രാത്രി കാണാനിരിക്കുന്നവർ കണ്ടോണ്ടിരിക്കുക. പ്രാപിക്കാൻ വന്നവർ പ്രാപിച്ചോണ്ട് പോ. യേശുവിന്റെ നാമത്തിൽ. ഒരുപാട് പേരുടെ മേൽ ഇന്ന് പകൽ പുതിയ വഴികൾ തുറക്കുകയാണ്. ഈ രാത്രി അടഞ്ഞു കിടന്നത് നിനക്ക് മുമ്പിൽ തുറക്കുകയാണ്. നീ കാരാഗ്രഹം വിട്ട് പുറത്തു വരുമ്പോൾ ആ അവസാനത്തെ വാതിൽ അത് താനേ തുറക്കുകയാണ്. ആരോട് കർത്താവ് പ്രവചിക്കുന്നു? ആ വാതിൽ താനേ.
ഒരുപാട് കാലങ്ങൾ നീ ഉപവസിച്ചിട്ട് തുറക്കാത്തത്, ഒരുപാട് കാലം നീ പ്രാർത്ഥിച്ചിട്ട് തുറക്കാത്തത്, ഒരുപാട് കാലം നീ ഇടിവിൽ നിന്നിട്ട് തുറക്കാത്തത്, പലരും റെക്കമെൻഡ് ചെയ്തിട്ട് തുറക്കാത്തത് നിന്നെ കാണുമ്പോൾ താനേ തുറക്കും. കാരണം അകത്തിരിക്കുന്നത് യഹൂദ ഗോത്രത്തിന്റെ കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ആനയാണ്. കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ആനയാണ്. ആന ഒരു വഴിക്ക് നിൽക്കുമ്പോൾ ആ വഴിയെ ഒരു സിംഹം കയറി വന്നാൽ ആനയെ അങ്ങ് വഴിമാറിക്കൊടുക്കും. ആനയോട് ചോദിക്കടാ, അവൻ്റെ 4 ഇരട്ടി വലിപ്പം നിനക്കില്ലേടാന്ന് ചോദിക്കുക. ആന പറയും ഉണ്ടച്ച, പിന്നെ എന്തിനാണ് നീ വഴിമാറിക്കൊടുത്തേ? ആന പറയും എനിക്ക് അവനെ തിന്നാൻ പറ്റില്ല, പക്ഷെ അവന് എന്നെ തിന്നാൻ പറ്റും. നീ വിശ്വസിക്കുന്നുണ്ടോ? മന്ത്രവാദിക്കും വടി സർപ്പവാക്കി കാണിക്കാം, പക്ഷെ അത് അധിക നാലം നിൽക്കത്തില്ല. ചിലതിനെ ഇന്ന് രാത്രി എന്റെ ദൈവം അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വിരോധമായി സംസാരിച്ചു കൊണ്ടിരുന്ന ചില നാവുകളെ ഇന്ന് രാത്രി ഒരു ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി ചിലരുടെ മേൽ വ്യാപരിക്കുകയാണ്. പ്രാപിക്കുന്നവർ പ്രാപിക്ക്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വഴിമാറാൻ മനസ്സില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? വഴിമാറാൻ മനസ്സില്ലാതെ ജീവിക്കുന്നെങ്കിൽ മുന്നിലേക്ക് തന്നെ ജീവിക്കുക. പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞ പോലെ, പരിശുദ്ധാത്മാവ് അകത്തോട്ട് കയറിയാൽ പിന്നെ നിന്റെ ലൈഫിന് റിവേഴ്സ് ഗിയർ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് 4 ടയറിൽ ഓടുന്ന മാരുതിയുടെ കാറാട്ടല്ല, വഴിയില്ലാത്തടുത്ത് വഴി ഉണ്ടാക്കി പോകുന്ന മെതിവണ്ടിയായിട്ടാണ് തമ്പുരാൻ നിന്നെ. എനിക്കറിയില്ല, ഇന്ന് രാത്രി ചിലതിന്റെ ഭാവി മാറുകയാണ്, ചില തലമുറകളുടെ ഭാവി മാറുകയാണ്. ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടും പരാജയപ്പെട്ട ചില എക്സാമുകൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നിന്റെ പേരും അതിനകത്ത്. ഒരിക്കൽ തോറ്റെന്ന് പറഞ്ഞ് നിർത്തരുത്, ഒരിക്കൽ വഴി മുടക്കിയെന്ന് പറഞ്ഞ് നിൽക്കരുത്, അടുത്ത് വേറെ റൂട്ട് പോകാമെന്ന് വിചാരിക്കരുത്. ചിലരുണ്ട് ഒരു വഴിയെ ഇറങ്ങിത്തിരിക്കും, അത് മുടങ്ങിയെന്ന് കണ്ട് അടുത്ത വഴിയെ തിരിയും. അവസാനം ഒരു വഴി എത്തത്തില്ല. നമ്മൾ പറയും അവൻ പോയ വഴി പെരുവഴി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ അങ്ങനെ സഞ്ചരിക്കുന്നവനല്ല. നീ ഒരു വഴിയെ ഇറങ്ങി തിരിച്ചാൽ നീ അവിടെ തന്നെ ഉറയ്ക്കും. പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, മന്ത്രവാദിയുണ്ട്. എഫെസോസിൽ ചെന്ന അവിടെ ഭൂതങ്ങൾ കൊടികുത്തി വാഴുകയാണ്. പക്ഷെ അതിനകത്തൊരു 12 അഭിഷേകം പ്രാപിച്ച കൊടികുത്തി വാഴുന്ന പിശാദിന്റെ കുഴിമാടം വെട്ടാൻ ഈ 12 കൊണ്ട് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സൈന്യങ്ങൾ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. ആലയത്തിന് സംരക്ഷണമായി നിൽക്കുന്ന ദൈവത്തിന്റെ അഗ്നി തൂണുകൾ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ആലയത്തിന് സംരക്ഷണമായി നിൽക്കുന്ന ദൈവത്തിന്റെ അഗ്നി തൂണുകൾ. പ്രാപിക്കേണ്ടവർ പ്രാപിക്ക്. നിന്നെ ഒരു അഗ്നി തൂണായി ഇന്ന് രാത്രി തമ്പുരാൻ നിർത്തുകയാണ്. ഞാനൊരു വെളിപ്പാട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാമോ? ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് മുമ്പിൽ വഴി മുടക്കി, നിങ്ങളെ മുന്നിലോട്ട് വിടാതെ തടസ്സപ്പെടുത്തി, നിങ്ങളെ ചലിക്കാൻ കഴിയാതെ ഒരേ സ്ഥലത്ത് തന്നെ നിർത്തിയതിന് ഇനി ചലിക്കാൻ കഴിയാത്ത അളവിൽ നിങ്ങളൊരു തടസ്സമായി മാറാൻ പോകുകയാണ്. ഒന്നുകൂടെ പറയാം. നിങ്ങളെ മുന്നിലോട്ട് വിടാതെ, നിങ്ങളെ ചലിക്കാൻ സമ്മതിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സമ്മതിക്കാതെ കെട്ടി വലിച്ചു മുറുക്കി വച്ചതിന് ഇനി ചലിക്കാൻ കഴിയാത്ത അളവിൽ നീ ഒരു തടസ്സമായി മാറാൻ പോകുകയാണ്. മനസ്സിലായില്ല? നിന്നെ കാണുമ്പോൾ പിശാച് പേടിക്കുമെന്ന്. നിന്നെ കാണുമ്പോൾ പിശാച് പ്രാപിക്ക്, പ്രാപിക്ക്, പ്രാപിക്ക്. 12 വർഷത്തെ ബന്ധനം ഒരു തടസ്സമല്ല, 18 വർഷത്തെ കെട്ടൊരു തടസ്സമല്ല. നിന്റെ അകത്ത്
അഭിഷേകം ഉണ്ടെങ്കിൽ നീ മുന്നിലോട്ട്. യേശുവിന്റെ അധികാരമുള്ള പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ പർവ്വതം കാണുമ്പോൾ അവർ നീങ്ങി കടന്നു പോകും, മല കാണുമ്പോൾ അത് അവർ വിട്ട് കടന്നു പോകും. പക്ഷെ പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ സന്തതികളെ നോക്കി കർത്താവ് യേശു പറഞ്ഞു, മല കാണുമ്പോൾ നീ പോകത്തില്ല, മല നിന്നെ കണ്ട് കടലിൽ ചാടും. മല നിന്നെ കണ്ട് കടലിൽ ചാടും. ഇന്നലെ വരെ നീ പേടിച്ച പിശാച് നിന്നെ പേടിക്കുന്ന ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ തലമുറകളെ നോക്കി പ്രവചിച്ചു പറയാം, നീ ഭയന്ന് അറ്റൻഡ് ചെയ്തത് ഒരു ഭയവും കൂടാതെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലരുടെ ഹൃദയത്തിൽ നിന്ന് മുന്നോട്ട് പോകാത്ത വിധത്തിൽ പിശാച് അടിയുറപ്പിച്ചു വച്ചിരിക്കുന്ന എല്ലാ ഭീരുത്വത്തിന്റെ ആത്മാവും ഇന്ന് രാത്രി പുറത്ത് സെഖരിയ പ്രവചനം 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെ നോക്കി എൻ്റെ പൊന്നു പിശാചേ ഒന്ന് മാറിത്തരാമോന്നല്ല, തിരിച്ചു ചോദിക്കുക, ആരടാ നീ? നീ ആരടാ എനിക്ക് മുമ്പിൽ വഴി മുടക്കാൻ? എൻ്റെ വായിൽ നിന്ന് അധികാരത്തോടെ കൃപ എന്നൊരു വാക്ക് വീണാൽ അവിടെ നീ എനിക്ക് മുമ്പിൽ സമഭൂമിയായി മാറും. യേശുവിന്റെ നാമത്തിൽ എല്ലാ വൻമലകളും നിരന്നു വരട്ടെ, എല്ലാ കുന്നുകളും ഇടിച്ച് നിരപ്പാക്കുന്ന എന്താണോ വഴി മുടക്കി നിന്നത്, ഇന്ന് അതിൻ്റെ മുകളിൽ കൂടിയാണ് അവൻ സഞ്ചരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എന്താണോ നിങ്ങൾക്ക് മുമ്പിൽ വഴി മുടക്കി നിൽക്കുന്നത്, അത് സാമ്പത്തികമാകാം, കടമാകാം, വിദ്യാഭ്യാസമാകാം, ജോലിയാകാം, എന്താണോ നിങ്ങൾക്ക് മുമ്പിൽ വഴി മുടക്കി നിൽക്കുന്നത്, അതിൻ്റെ നടുവിൽ തന്നെ നിങ്ങൾക്കൊരു ഇടവഴിയല്ല, നിങ്ങൾക്ക് വേണ്ടി തമ്പുരാനൊരു ഹൈവേ ഒരുക്കുകയാണ്. നിനക്ക് നിന്റെ കുടുംബത്തിന് സഞ്ചരിക്കാൻ വേണ്ടി, സഭയ്ക്ക് സഞ്ചരിക്കാൻ വേണ്ടി ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, അധികാര സ്ഥാനത്തിരിക്കുന്ന ചിലതിനെ കർത്താവ് സഭയ്ക്ക് അനുകൂലമായി ഇതിനകത്ത് ചില മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ വരാൻ പോകുന്നു. പോലീസ് സ്ഥാനത്തിരിക്കുന്ന ചില അധികാരികൾ വരാൻ പോകുന്നു. ആ വിധത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി വെളിപ്പെടുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. അങ്ങനെയുള്ളൊരു 10 എണ്ണം ഇതിനകത്ത് കയറിയ പിന്നെ സഭ താഴോട്ടല്ല, പിന്നെ സഭ മുകളിൽ ആഴത്തിൽ വേരൂന്നി ഉയരത്തിൽ ഫലം കായ്ക്കുന്നത് പോലെ തറയിൽ അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ അനേകർ വന്ന് കൂട്ടത്തക്ക അളവിൽ ഞാൻ പ്രവചിക്കുന്നു, അനേകർ കൂട്ടത്തക്ക അളവിൽ ഇന്ന് രാത്രി അതിരുകൾ വിശാലമാകാൻ പോകുകയാണ്, അന്തരീക്ഷങ്ങൾ മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സാധാരണ സഭാരാധനകളിൽ പോലും പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കൂട്ടമായി രോഗശാന്തി നടക്കത്തക്കവണ്ണം അങ്ങനത്തെ ഒരു പോർട്ടൽ ഇന്ന് രാത്രിയിൽ കർത്താവ് തുറക്കുകയാണ്. കർത്താവ് എല്ലാവരെയും കൊണ്ടുവരത്തില്ല, പക്ഷേ സെലക്റ്റഡ് പീപ്പിൾസിനെ ദൈവം തരാൻ പോകുകയാണ്. ഞാൻ പ്രവചിച്ചു പറയാം, വിളിക്കപ്പെട്ട എല്ലാവരെയും തരില്ല, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ചിലതിനെ ദൈവം കൊണ്ടുതരും. ഇറങ്ങി തിരിച്ച എല്ലാത്തിനെയും തരത്തില്ല, പക്ഷെ അതിൽ നിന്ന് ദൈവം സെപ്പറേറ്റ് ചെയ്ത ഒരു 300 എണ്ണത്തിന് ദൈവം തരാൻ പോകുകയാണ്. പട്ടണത്തെ ക്ലെയിം ചെയ്യേണ്ടതിന് ഒരു പേടിയുമില്ലാതെ ഞങ്ങൾ മുമ്പിൽ നിൽക്കാമെന്ന് പറയുന്ന ഒരു 300 പേര് പ്രാപിക്കുന്നവരെ കരമടിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം പറ.
സെഖര്യാവിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരടാ? നീ ആര്? നീ ആര്? നീ ആര്? നിനക്കെന്നെ എന്തോ ചെയ്യാൻ പറ്റും? നീ ആരടാ? നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമോ, മ്യൂസിയത്തിൽ പോയി സിംഹത്തെ കണ്ടാൽ സിംഹം കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ദേഹത്ത് ഈച്ച വന്നിരിക്കും, ഇതിൻ്റെ ദേഹത്ത് പ്രാണികൾ വന്നിരിക്കും, ഇതിൻ്റെ ദേഹത്ത് പല തരത്തിലുള്ള ജീവികൾ വന്നിരിക്കും. പക്ഷെ ഇവൻ എല്ലാ കാലത്തും ഉറങ്ങത്തില്ല. ഇവൻ സാട്ട കുട്ടഞ്ഞങ്ങ് എഴുന്നേൽക്കും. ഈ സിംഹം എഴുന്നേൽക്കുന്നത് പട്ടി എഴുന്നേൽക്കുന്ന പോലെയല്ല. സിംഹം എഴുന്നേൽക്കുന്നത് സാട്ട കുട്ടഞ്ഞൊരു എഴുന്നേൽപ്പാണ്. ഇന്ന് രാത്രി അതുപോലെ ചിലതിനെ കുട്ടഞ്ഞ് കളഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നിന്റെ കയ്യിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ചില അണലികളെ കുടഞ്ഞ് ഒരു സിംഹം എഴുന്നേൽക്കുന്ന പോലെ. യേശു ആരാധിക്കുന്നവർ നന്നായി ആരാധിക്കുക. ഇന്ന് രാത്രി ഒരു എഴുന്നേറ്റം. ഒരു ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി നീ എഴുന്നേൽക്കുകയാണ്. ഇതിനകത്തിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സിംഹങ്ങളല്ല, ഇതിനകത്തിരിക്കുന്നത് ഒറിജിനൽ സിംഹങ്ങളാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചുമ്മാ കിടന്ന് അലറും, പക്ഷെ ഒറിജിനൽ വിശന്നാലേ പുറത്തിറങ്ങത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടോ? പട്ടണത്തെ പിടിക്കാൻ വിശപ്പുള്ള ആരേലും ഇതിനകത്തുണ്ടോ? പട്ടണത്തെ പിടിക്കാൻ വിശപ്പുള്ള ആരേലും ഇതിനകത്തുണ്ടോ? അർത്തമീസിന്റെ കുഴിമാടം വെട്ടാൻ വിശപ്പുള്ള ആരേലും ഇതിനകത്തുണ്ടോ? നിന്നെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെ ചിലതിന് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. എഴുന്നേറ്റ് വാ യേശുവിന്റെ നാമത്തിൽ. ഇനിയും നീ ഇരിക്കരുത്. ഇനിയും നീ പഴയ പാരമ്പര്യത്തിൽ കിടക്കരുത്. ഇനിയും നീ പഴയ അണലിയെ ചുമന്നുകൊണ്ട് നടക്കരുത്. കൊടഞ്ഞ് കളയാ ഭൂതത്തെ യേശുവിന്റെ നാമത്തിൽ. കൊടയേണ്ടതിനെ കൊടഞ്ഞ്, തകർക്കേണ്ടതിനെ തകർത്ത്, ഉടക്കേണ്ടതിനെ ഉടച്ച് ഒരു സിംഹത്തെ പോലെ. നിങ്ങൾക്ക് ഒരു എഴുന്നേറ്റമുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറ, നിനക്കൊരു എഴുന്നേറ്റമുണ്ടെന്ന് പറ. നിനക്കൊരു എഴുന്നേറ്റമുണ്ട്. സഭയ്ക്കൊരു എഴുന്നേറ്റമുണ്ട്. ഒരു കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വന്ന പല സഭകളെയും ഫെലിസ്തീയ ശക്തികൾ ചേർന്ന് മണ്ണിട്ട് മൂടി. പക്ഷെ ഇതിനെ മണ്ണിട്ട് മൂടാൻ പറ്റത്തില്ല. കാരണം ഇതിന് കാവൽ നിൽക്കുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സൈന്യമാണ്. ഒരു ഭൂതത്തിന് മണ്ണ് വാരിയിടാൻ പറ്റത്തില്ല. ആരാ വിശ്വസിക്കുന്നത്? ഒരു പിശാചിന് മണ്ണ് വാരിയിടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ആരാധന കഴിയുന്നതിന് മുൻപ് ഇതിനകത്തിരിക്കുന്ന ചിലത് ഒരു സിംഹത്തെ പോലെ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഒരു സിംഹത്തെ പോലെ. വിശ്വസിക്കുന്നവരാ കരവടിച്ച് വായ്കൾ തുറന്ന് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. വായ്കൾ തുറന്ന നല്ലതുപോലെ ആ കരവടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം പറ. നീ എഴുന്നേൽക്കാൻ പോകുകയാണ്. നിനക്കൊരു എഴുന്നേറ്റമുണ്ട്.